നമസ്കാരം. സ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളം ആവർത്തന ചോദ്യങ്ങളാണ്. ഡിഗ്രി പ്രിലിംസിനൊക്കെ 10 മാർക്കുണ്ട് നമുക്ക് മലയാളത്തിന്. അപ്പോൾ മലയാളത്തിൻ്റെ ചോദ്യങ്ങൾ പഴയകാല ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ 2024, 25, 23, 22 വർഷങ്ങളിലെ ചോദ്യപേപ്പറിലുള്ള മലയാളം ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് പരിശീലിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. അരോഗ ശരീരം എന്നാണ് ശരിയായത്. അരോഗ ശരീരം അല്ലേ? സകലമാന പേരും തെറ്റിക്കുന്ന ഒരു സംഭവമായിരിക്കും ഇതല്ലേ. ആൻസർ ഇവിടെ എന്താണ്? അരോഗ ശരീരമാണ് ആൻസർ അല്ലേ. നമ്മളിവിടെ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് ഉത്തരങ്ങൾ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ എന്താണ്? പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ സി. പോട്ടവൻ എന്നും പോട്ടേയവൻ എന്നും ശരിയാണ്. പോട്ടെ പ്ലസ് അവൻ പോട്ടവൻ, പോട്ടേയവൻ എന്നും ശരിയാണ്. ഓക്കെ, പിരിച്ചെഴുതുക. കാട്ടിനേൻ. ആൻസർ ഓപ്ഷൻ എ ആണ്. കാട്ടി പ്ലസ് ഏനാണ് ശരി. കാട്ടി പ്ലസ് ഏനാണ് കാട്ടിനേൻ. കാട്ടി പ്ലസ് ഏനാണ് ശരി. അടുത്തത്, തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം എന്നാണ് ശരിയായ വാക്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ആൻ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഔട്ട് ഫോർ ആൻ അവർ പാർട്ട്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. നോ ആക്ഷൻ സീംസ് ടു ബി, നമ്മൾ ഒരാക്ഷനും എടുക്കണ്ട. ടു ബി കോൾഡ് ഔട്ട് ഫോർ അവർ പാർട്ട്, നമ്മുടെ ഭാഗത്തു നിന്നും. സോ തിരിച്ചു വരത്തില്ലേ, ഇങ്ങനെ തിരിച്ച് മലയാളത്തിൽ പറയുമ്പോൾ തിരിച്ചു വരും. അത് ആദ്യം വരും, രണ്ടാമത് ഇതും വരും. അപ്പോൾ അവർ പാർട്ട്, നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടി, നോ ആക്ഷൻ സീംസ് ടു ബി, നടപടി എടുക്കേണ്ടതെന്ന് തോന്നുന്നില്ല. നോ ആക്ഷൻ സീം ടു ബി കോൾഡ് ഫോർ ആൻ അവർ പാർട്ട്, നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. ഓക്കെ, അടുത്തത്, തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മധൂലി. മധൂലി എന്നാണ് തേൻ. മധൂലി തേൻ. മധൂലി തേൻ. നെക്സ്റ്റ് വൺ. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ ഉപയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല് ഏതാണ്? കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ, സമാന പഴഞ്ചൊല്ല് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മതിരിച്ചിട്ട് തുപ്പാനും മേല, കടിച്ചിട്ട് ഇറക്കാനും വയ്യ. മതിരിച്ചിട്ട് തുപ്പാനും മേല, കടിച്ചിട്ട് ഇറക്കാനും മേല. അടുത്ത ക്വസ്റ്റ്യൻ. മഞ്ഞപ്പട്ടുടുത്തവൻ എന്നതിന് എന്നർത്ഥം വരുന്ന പദം എഴുതുക. മഞ്ഞപ്പട്ടുടുത്തവൻ. മഞ്ഞപ്പട്ടുടുത്തവൻ അല്ലേ. ആൻസർ ഇതായിരിക്കണം. പീതാംബരൻ അല്ലേ. പീതാംബരൻ, ശ്രീകൃഷ്ണൻ പീതാംബരൻ. മഞ്ഞപ്പട്ടുടുത്തവൻ പീതാംബരനാണ്. പീതാംബരൻ, അംബരൻ, പീതാംബരനാണ് അല്ലേ. മഞ്ഞപ്പട്ടുടുത്തവൻ പീതവർണ്ണം മഞ്ഞയാണല്ലോ, പീതാംബരൻ. നെക്സ്റ്റ്, ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം എഴുതുക. ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഉറപ്പ് എന്നർത്ഥമുണ്ട്, സ്ഥൈര്യം എന്നർത്ഥമുണ്ട്, തിടുക്കം എന്നർത്ഥമുണ്ട്, വേഗം എന്നും അർത്ഥമുണ്ട്. വേഗമെന്നും അർത്ഥമുണ്ട്. ഓക്കെ, ഇവിടെ 98 നെഗറ്റീവ് മാർക്കിംഗ് ആണ്. എൻ്റെ ആൻസർ ചെട്ടിച്ച് എതിർലിംഗം എഴുതുക. നിങ്ങൾക്കൊന്നും അറിയാമോ? കമൻറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ചെട്ടിച്ച് എതിർലിംഗം ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ഡിഗ്രി പ്രിലിംസിൻ്റെ ഒരു 10 ഡിഗ്രി പ്രിലിംസിൻ്റെ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് മാനേജറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ പദം ഏതാണ് അല്ലേ. എല്ലാ ഫസ്റ്റ് ക്വസ്റ്റ്യൻസും അത് തന്നെയാണ്. ശരിയായ പദം ഏതാണ് ഇവിടെ? ആൻസർ ഓപ്ഷൻ എ ആണ്. അഭിവാഞ്ച. അഭിവാഞ്ച ഇങ്ങനെ എഴുതുന്നത്. അഭിവാഞ്ച. ശരിയായ പദം അഭിവാഞ്ച. ഞായുടെ പകുതിയും ചായ് അല്ലേ. അഭിവാഞ്ചയാണ്. അഭിവാഞ്ച. അഭിവാ, ഞായുടെ പകുതിയും ചായ്. സാധനങ്ങൾ വിൽക്കുന്ന ആൾ ഒക്കെ പറയുന്ന പേരെന്താണ്? ആൻസർ വിക്രേതാവ്.
സാധനങ്ങൾ വിൽക്കുന്ന ആൾക്ക് പറയുന്ന പേരെന്താണ്? വിൽക്രേതാവ്. വിക്രേതാവ്. ഓക്കെ, വിക്രേതാവാണ്. സാധനങ്ങൾ വിൽക്കുന്ന ആൾ വിക്രേതാവ്. ഓക്കെ, കുതിര എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏതാണ്? അസിതം. കുതിര എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? ഓക്കെ, നിരാമയം എന്നതിൻ്റെ വിപരീത പദം എഴുതുക. നിരാമയം എന്നതിൻ്റെ വിപരീത പദം എഴുതുക. ആൻസർ ഓപ്ഷൻ എ, ആമയം. നിരാമയം ഓപ്പോസിറ്റ് ആമയം. അബദ്ധം പ്രവർത്തിക്കുക എന്നർത്ഥം വരുന്ന ശൈലി. അബദ്ധം പ്രവർത്തിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കാട് കാട്ടുക. അബദ്ധം പ്രവർത്തിക്കുക, കാട് കാട്ടുക. തലമുടി എന്ന പദത്തിന് സമാനമായ പദം ഏതാണ്? തലമുടി എന്ന പദത്തിന് സമാനമായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കുന്തളം. തലമുടി ഈക്വൽ ടു കുന്തളം. കുന്തളമാണ് തലമുടി. ചേർത്തെഴുതുക. നെല്ല് പ്ലസ് മണി. നെല്ല് പ്ലസ് മണി. ആൻസർ നെന്മണി. അല്ലേ, നെന്മണിക്കാണ് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ നെല്ല് പ്ലസ് മണി. നെല്ല് പ്ലസ് മണി. നെല്ല് പ്ലസ് മണി, നെന്മണി. ഇതൊക്കെ ഒന്ന് ചേർത്ത് വെക്കുക. നെല്ല് പ്ലസ് മണി, നെന്മണി. ഓക്കെ, കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? കേമൻ, കേമി, തടിനി, തടിയൻ, അവനവൾ, ആങ്ങള, പെങ്ങൾ. ഇതിൽ പെടാത്തത്, കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആരാണ്? ആൻസർ തടിനിയും തടിയും. അല്ലേ, തടിച്ചിയും തടിയനുമാവാം. അപ്പോൾ തടിനിയും തടിയനുമാണ് ഒറ്റപ്പെട്ടവർ. നെക്സ്റ്റ്, 8000 എന്ന പദം പിരിച്ചെഴുതുക. 8000 എന്ന പദം പിരിച്ചെഴുതുക. ആൻസർ എൺ പ്ലസ് 1000. ആൻസർ ഓപ്ഷൻ എ, എൺ പ്ലസ് 1000. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണിത്. തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണിത്. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ട്, 10 മാർക്കും ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും പൂജക ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തി എഴുതുക. ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. ഗുരുപാദറാണ് പൂജക ബഹുവചനം. നെക്സ്റ്റ് വൺ, അനലൻ എന്ന വാക്കിൻ്റെ പര്യായ പദം. അനലൻ എന്ന വാക്കിൻ്റെ പര്യായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, തീ. തീ, തീ, അഗ്നി. അടുത്തത്, പടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, പുറത്താക്കുക. പുറത്താക്കുക. പടി കടത്തുക, പുറത്താക്കുക. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക. ശരിയായ പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രായശ്ചിത്തം. ഓപ്ഷൻ എ ആണ്, പ്രായശ്ചിത്തം. ഷായുടെ പകുതിയും ചായയും കൂടെ, പ്രായശ്ചിത്തം. പ്രായശ്ചിത്തം. നെക്സ്റ്റ് വൺ, പൂത്തട്ടം എന്ന പദം പിരിച്ചെഴുതിയാൽ. പൂത്തട്ടം എന്ന പദം പിരിച്ചെഴുതിയാൽ. ആൻസർ ഓപ്ഷൻ എ, പൂ പ്ലസ് തട്ടം. പൂ പ്ലസ് തട്ടമാണ് പൂത്തട്ടം. നെക്സ്റ്റ് വൺ, പുല്ലിംഗ പദത്തിന് പുല്ലിംഗ പദം അല്ലാത്തത് കണ്ടെത്തി എഴുതുക. പുല്ലിംഗ പദം അല്ലാത്തത് കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സമർത്ഥ. പെണ്ണുങ്ങൾക്കാണ് സമർത്ഥയാണവൾ എന്ന് പറയാറുണ്ട് അല്ലേ, സമർത്ഥയാണവൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, കൈയാടിയെങ്കിലേ വായാടൂ എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ അല്ലേ, നമ്മൾ പഠിച്ചാലേ നമ്മൾക്ക് ജോലി കിട്ടൂ. അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ. കൈയാടിയെങ്കിലേ വായാടൂ. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ആമയം എന്ന വാക്കിൻ്റെ വിപരീത പദം എന്താണ്? ആമയം എന്ന വാക്കിൻ്റെ വിപരീത പദം എന്താണ്? ആൻസർ നിരാമയം. നിരാമയം.
ആമയം ഓപ്പോസിറ്റ് നിരാമയം. തിരു പ്ലസ് ഓണം, തിരുവോണം. സന്ധി ഏതാണ്? സന്ധികൾ, സന്ധി ഏതാണ്? ആൻസർ ആഗമസന്ധി, ആഗമസന്ധി. ഓണം, ആഗമസന്ധി. നെക്സ്റ്റ് വൺ, കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ. ഈ അർത്ഥം വരുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഉൽപ്പതിഷ്ണു, ഉൽപ്പതിഷ്ണു, ഉൽപ്പതിഷ്ണു. അടുത്ത ചോദ്യം, അങ്കാരം എന്ന പദത്തിന് യോജിച്ച സമാന പദം ഏതാണ്? അങ്കാരം എന്ന പദത്തിന് യോജിച്ച സമാന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അവയവം, അവയവം. അങ്കാരം എന്ന പദത്തിന് യോജിച്ച സമാന പദം ആണ് അവയവം, നമ്മുടെ ഓർഗൻസ്, അവയവം. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും അപ്രൂവ്ഡ് ആസ് പ്രപ്പോസ്ഡ് എന്നതിന് യോജിച്ച മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക. അപ്രൂവ്ഡ് ആസ് പ്രപ്പോസ്ഡ്, അതിൻ്റെ മലയാളം എന്താണ്? പച്ച മലയാളം എന്താണ്? ആൻസർ ഓപ്ഷൻ എ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു, നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു. അപ്രൂവ്ഡ് ആസ് പ്രപ്പോസ്ഡ്. ഉത്ഥാനം പിരിച്ചെഴുതുക, ഉത്ഥാനം പിരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ഉദ് പ്ലസ് സ്ഥാനം, ഉദ് പ്ലസ് സ്ഥാനമാണ് ഉത്ഥാനം. നെക്സ്റ്റ് വൺ, സംശയമില്ലാത്തത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സന്നിഗ്ധം, സന്നിഗ്ധമാണ് സംശയമില്ലാത്തത്, സന്നിഗ്ധം. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സമ്മേളനത്തിൽ ഏകദേശം 1000-ഓളം പേർ ഉണ്ടായിരുന്നു, 1000-ഓളം ആൾ ഉണ്ടായിരുന്നു. ശരിയായ വാക്യം, സമ്മേളനത്തിൽ ഏകദേശം 1000-ഓളം ആൾ ഉണ്ടായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് വൺ, ചേർത്തെഴുതുക. തൻ പ്ലസ് കൽ, ചേർത്തെഴുതുക. തൻ പ്ലസ് കൽ. ആൻസർ ഓപ്ഷൻ സി തൽക്കൽ, തൽക്കൽ. അല്ലേ? എഴുതാൻ കുറച്ച് നമുക്ക് പാടും മലയാളം അല്ലാത്തവർക്ക്. തല പ്ലസ് കല്ലാണ് തൻ കൽ, തൻ അധികം കൽ, തലക്കൽ, തൽക്കാൽ എന്ന് പറയാറുണ്ട് നമ്മളില്ലേ, തല കൽ, തലുക്കൽ. ഓക്കെ, തൻ പ്ലസ് കൽ. എഴുതി പഠിച്ച് നോക്കണം. നെക്സ്റ്റ് വൺ, കാണാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം എഴുതുക. ആൻസർ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. ആൻസർ ബുഭുക്ഷു. ആൻസർ ഓപ്ഷൻ എ ബുഭുക്ഷു, ബുഭുക്ഷു, ഭൂ, ബുഭുക്ഷു ആണ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. ഓക്കെ, അപ്പോൾ ഈ വാക്കുകളൊക്കെ ഒന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, ഒരു ദിവസം അത് ചെയ്യാം. നെക്സ്റ്റ് വൺ, കുളിച്ച കടവ് മറക്കരുതെന്ന ചൊല്ലിന് യോജിച്ച പ്രസ്താവന ഏതാണ്? കുളിച്ച കടവ് മറക്കരുത്. ആൻസർ ഓപ്ഷൻ സി കഴിഞ്ഞ അനുഭവങ്ങളും പ്രവർത്തികളും മറക്കരുത്, കഴിഞ്ഞ അനുഭവങ്ങളും പ്രവർത്തികളും മറക്കരുത്. നെക്സ്റ്റ് വൺ, മോതിരം എന്ന പദത്തിന് യോജിച്ച പര്യായങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ അങ്കുലീയം, ഊർമിക എന്നിവയാണ് മോതിരം. എൻ്റെ പര്യായ പദങ്ങൾ അങ്കുലീയം, അങ്കുലത്തിലിടുന്നത് അല്ലേ, അങ്കുലീയം, അങ്കുലം കൈയല്ലേ, വിരലാണ്. അങ്കുലീയം, ഊർമിക, മോതിരം. ഓക്കെ. സ്ഥാവരം എന്ന പദത്തിൻ്റെ എതിർപദം എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ജംഗമം. നമ്മൾ കേൾക്കാറുണ്ട് സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ കണ്ടെടുത്തു, പിടിച്ചെടുത്തു, അല്ലെ, ജപ്തി ചെയ്തു എന്നൊക്കെ പറയില്ല. അപ്പോൾ സ്ഥാവരം ഓപ്പോസിറ്റ് ജംഗമം, സ്ഥാവരം അതിൻ്റെ എതിർപദം ഓപ്പോസിറ്റ് ജംഗമം. ഓക്കെ, സ്ഥാവര ജംഗമ സ്ഥലങ്ങളും അല്ലെ സ്ഥാപനങ്ങളും ഒക്കെ എല്ലാം പിടിച്ചെടുത്തു, അല്ലെ, കോടതി കണ്ടുകിട്ടി എന്ന് പറയാറുണ്ട്. അപ്പോൾ നോക്കാം, കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതാണ്? ശരിയായ പദം ഏതാണ്? അടിമത്തം, ഐച്ഛികം, അജാനബാഹു. അതിൽ ശരിയായ പദം ഏതാണ്? ആൻസർ ഒന്നാമത്തതാണ് ശരി, അടിമത്തം ആണ് ശരി. ഓപ്ഷൻ എ ആണ് ആൻസർ, അടിമത്തം ആണ് ശരി. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി
പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകർ ശകാരിച്ചു. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏതാണ്? ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷൻ. അല്ലേ? ആൻസർ ഓപ്ഷൻ ബി, പല തുള്ളി പെരുവെള്ളം. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷൻ. പെരുവെള്ളം, ഓഷൻ. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ചലം. ഓപ്ഷൻ എ, ചലം. നെക്സ്റ്റ് വൺ, ജംഗമം എന്ന പദത്തിന് വിപരീതം. ആൻസർ ഓപ്ഷൻ ഡി, സ്ഥാവരം. അല്ലേ? അവരെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. സ്ഥാവരം, ജംഗമം, ജംഗമം, സ്ഥാവരം. ഓക്കെ. നെക്സ്റ്റ് വൺ, കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കർഷക. കർഷക. കർഷകൻ്റെ സ്ത്രീലിംഗം കർഷക. വീണ്ടും, കൈയാടിയെങ്കിലേ വായാടൂ. ഉണ്ടല്ലേ? വീണ്ടും അത് വന്നിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ബി, പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. ഓക്കെ. നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ജോലി നമ്മളിൽ റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മൾ വരികയുള്ളൂ. ചുമ്മാതെ വായിച്ചു പോയാൽ കിട്ടില്ല. പഠിച്ചെങ്കിൽ മാത്രമേ പഠിക്കണം, അവിടെയാണ് കിട്ടുള്ളൂ. നെക്സ്റ്റ്, വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വിണ്ടലം. ആൻസർ ഓപ്ഷൻ എ ആണ്. വിൺ പ്ലസ് തലമാണ് വിണ്ടലം. ഓക്കെ. നെക്സ്റ്റ് വൺ, കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ സമാസം ഏതാണ്? സമാസം. കഞ്ചത്തോട് നേരായ, നീണ്ടു വരുന്ന സമാസം നമുക്കറിയാം. ഏതാണത്? ആൻസർ എന്താ? അല്ലേ? സമാസം. അത് ബൃഹ്വീഹി എന്ന് പറയില്ലേ? അപ്പോൾ അതെന്താണ്? കഞ്ചനേർമിഴി ആണെന്ന്. അല്ലേ? കഞ്ചനേർമിഴിയാണ് കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ. ബൃഹ്വീഹി സമാസം. അല്ലേ? ബൃഹ്വീഹി സമാസം. കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ, കഞ്ച നേർമിഴി. താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, തെരുവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട്, മലയാളമാണെങ്കിലും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കണം. കാരണം ഓരോ കീ പോയിൻറ്റ്സ് അവിടെ ഉണ്ടാവും. ആ കീയിലാണ് ഉത്തരം ഇരിക്കുക. ഏത് ക്വസ്റ്റ്യൻസിനകത്തൊരു കീ പോയിൻ്റ് ഉണ്ട്, ഒരു വാക്കുണ്ട്, ഏതാണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളതുണ്ട്. പരത്തി പറയും, പക്ഷെ അതിൻ്റെ കീ പോയിൻ്റ് ഒരെണ്ണം. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ചാൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം നന്നായിട്ട് വായിക്കുക. ഇതിപ്പോൾ 5 ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. 5 ക്വസ്റ്റ്യൻ്റെ ആണിത്. അപ്പോൾ 5ന് സമാനമായ സാധനങ്ങൾ, ഇല്ല, സമാനമായി ചോദിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഓരോന്നും, ഇപ്പോൾ ശരിയായ പദം ഏത്, അങ്ങനെ കുറേ എണ്ണം വരുന്നില്ല, റിപ്പീറ്റ് വരുന്നില്ല, എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഒരു പേജ് മാത്രം എടുക്കുക അതിന്. നെക്സ്റ്റ് പേജ് വേറൊന്നിന്, അല്ലേ? എതിർലിംഗം എഴുതാൻ, പിരിച്ചു, വിണ്ടലം, വിൺ പ്ലസ്, അല്ലേ? അപ്പോൾ അതിന്, അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ ഓരോരോ പേജ് എടുത്ത് മലയാളത്തിൻ്റെ കാര്യം അവിടെ കഴിയും ഏകദേശം, അല്ലേ? അത് നമുക്ക് പരീക്ഷയാകുമ്പോൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം, അല്ലെ? എപ്പോഴും ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോഴതൊക്കെ ഈ റിപ്പീറ്റ് ചെയ്യുന്ന പദങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ കണ്ടില്ലേ, സ്ഥാവരം, ജംഗമം ഒക്കെ ചോദിക്കുന്നില്ലേ? അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കാം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട് മീ.